ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാന്താര മൂവി കാണാൻ പോകുന്നതാണ് കേട്ടോ. ഓൾമോസ്റ്റ് 2 weeks ആയി നമ്മൾ വീഡിയോ എടുത്തിട്ട്, ബട്ട് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി. നമുക്ക് പനിയൊക്കെ വന്ന് കുറച്ച് കിടപ്പിലായി പോയി, അതുകൊണ്ടാണ് ഡിലേ വന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് കാന്താര മൂവി കാണാൻ പോയപ്പോഴുള്ള വിശേഷങ്ങൾ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കണ്ടറിയാം. ഓക്കെ, വെൽക്കം. ഞങ്ങളൊരു സാറ്റർഡേ ആണ് പോയത് കേട്ടോ. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു റോട്ടിൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിക്കരണൈ മാർഷ് ലാൻഡ് ആണ് കേട്ടോ. അതായത് ചതുപ്പ് നിലം. ഓൾമോസ്റ്റ് 1 കിലോമീറ്ററോളം ചതുപ്പ് നിലമുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വലിയൊരു വേസ്റ്റിൻ്റെ കൂമ്പാരമാണ്. ഏകദേശം ഈ റോഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ എല്ലാവരും മാസ്ക് അല്ലെങ്കിൽ മൂക്ക് പൊത്തി പിടിച്ചിട്ടായിരിക്കും ഈ വഴിക്ക് പോകുന്നത്. അത്രയ്ക്ക് ഭീകരമായ സ്മെല്ലാട്ടോ ഈ വഴിക്ക് പോകുമ്പോൾ. അവിടെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്ലാന്റും ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്തായാലും ഈ വഴിക്ക് പോകുമ്പോൾ അൺസഹിക്കബിൾ ആട്ടോ. ദേ ആ കാണുന്നുണ്ടോ ഒരു കൂമ്പാരം പോലെ, എന്തോ അടുക്കി അടുക്കി വെച്ച പോലെ കാണുന്നില്ലേ? അത് മൊത്തം വേസ്റ്റാണ് കേട്ടോ. ഇനി ഒരു 1/2 കിലോമീറ്റർ നമ്മൾ ഈ വേസ്റ്റിൻ്റെ മണവും സഹിച്ച് വേണം പോവാൻ. അങ്ങനെ നമ്മൾ നാറ്റമൊക്കെ സഹിച്ച് കഴിഞ്ഞത് BSR മോളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ വീട്ടിൽ നിന്ന് വെറും 8 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ BSR മോളിലേക്ക് നമ്മൾ എത്താൻ എടുത്തിരിക്കുന്നത് 1 മണിക്കൂറാട്ടോ. അത്രയും ട്രാഫിക് ആയിരുന്നു. 4:30 ഷോയിനാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം 3 o'clock കറക്റ്റ് ഇറങ്ങുകയും ചെയ്തു. ബട്ട് ഇപ്പം നമ്മൾ എത്തിയത് 4:10 കേട്ടോ. അപ്പം ട്രാഫിക് ഒന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്. കുഞ്ചുവിന് സിനിമ കാണാൻ തീരെ ഇഷ്ടമല്ല കേട്ടോ. അവന് സ്നാക്സോ ടോയ്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് അവനെ കൊണ്ടുപോകുന്നത് തന്നെ. കാർ കയറിയപ്പോൾ തൊട്ട് നല്ല ഉറക്കത്തിലാണ് കുഞ്ചു. നമ്മളിതാ കയറാൻ പോകുന്നു. കയറി കഴിഞ്ഞിരിക്കുന്നു. K789. കുഞ്ച് നല്ല ഉറക്കത്തിലാണ്. ഇല്ല, ആയിട്ടില്ലല്ലോ, തുടങ്ങിയിട്ടില്ല, തുടങ്ങണേ. K789. നമ്മൾ തിയേറ്ററിലെത്തി ഗൈസ്. സ്റ്റാർട്ടാവണല്ലോ ഗൈസ്. ഞങ്ങളുടെ കാന്താര കണ്ട് ഇൻ്റർവെല്ലായി, ലഞ്ച് ബ്രേക്ക് ആയി. കുഞ്ചു ചോദിക്കുക എപ്പോഴാണ് ലഞ്ച് ബ്രേക്ക് തരിക. അപ്പം ഞങ്ങളുടെ ലഞ്ച് ബ്രേക്കാണ് ഗൈസ്. ഇൻ്റർവെല്ലായി. അപ്പം ഞങ്ങളവിടെ എന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കും. കുഞ്ചുവിൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഏതാ കുഞ്ചു? ഹോട്ട് ഡോഗ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുക. ഫസ്റ്റ് ഹാഫ് അടിപൊളിയുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? കുഞ്ചുവിന് പേടിച്ചിട്ടേ, അവന് വയലൻസ് ഒന്നും ഇഷ്ടമല്ല. അപ്പം അതിൽ മറ്റേ അടിപിടി ലഹളയൊക്കെ ഉള്ളതുകൊണ്ട് അവൻ തിരിഞ്ഞിരിക്കുകയായിരുന്നു, കെട്ടിപ്പിടിച്ചിട്ട് പേടിച്ചിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ.
അടിപൊളിയായിട്ട്. ഇനി സെക്കൻഡ് ഹാഫ് ഇതിലും അടിപൊളിയായിരിക്കുന്നു മനസ്സിലായിട്ടുണ്ട്. സോസ് ഏതാ എടുക്കും? മൈനൈസ് വേണോ? മൈനൈസ് വേണം. സോസ് വേണം. റെഡ്. ഓക്കെ. ഇഞ്ചുവിൻ്റെ ഹോട്ട് ഡോഗ് എത്തി. എല്ലാം അവിടെയും ഭയങ്കര തിരക്കാണോ. എവിടെ നമ്മളവിടെയല്ലേ? വഴി മാറിപ്പോയി. തിരക്കുണ്ടോ ഗൈസ്? ഞങ്ങളുടെ ഷോ കഴിഞ്ഞ് അടുത്ത ഷോയിനുള്ള തിരക്ക് നോക്കും. ഹൗസ് ഫുള്ളാണ്. കുഞ്ചു ഇഷ്ടപ്പെട്ടോ മൂവി? എവിടെ അവൻ കണ്ടിട്ടും കൂടി ഇല്ല. ക്ലൈമാക്സ് മാത്രം കുഞ്ചു കണ്ടു, വേറൊന്നും കണ്ടില്ല. ഇവിടെ നല്ല നല്ല കമ്മലുകള്, അക്സസറീസ് ഒക്കെ ചന്തം. ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങള് വീട്ടിലെത്തി. ഇതേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, പച്ചക്കറിയൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഡിന്നർ കഴിച്ച് ചാച്ചി. അപ്പൊ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല ഗൈസ്. കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി കാണണം. ഋഷഭ് ഷെട്ടി, എൻ്റെ അമ്മോ, പുള്ളിയുടെ ഫാനായി ഞാൻ മാറിക്കഴിഞ്ഞിരിക്കുന്ന വിവരം എല്ലാവരെയും അറിയിച്ചിരിക്കുന്നു. കാന്താര ശരിക്കും എന്താ പറയുക, റൊമാൻസിഫിക്കേഷൻ എന്നൊക്കെ പറയണായിട്ട് റിവ്യൂസിലൊക്കെ. അത് കണ്ടിട്ടാണല്ലോ നമ്മൾ പോണത്. സാധാരണ അത് കേട്ട് കുറേ എക്സ്പെക്റ്റേഷൻ വെച്ച് പോയി കഴിഞ്ഞാൽ അതൊക്കെ ഫ്ലോപ്പ് ആവാനാണ് പതിവ്. പക്ഷെ ഇത് അങ്ങനെയല്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. കുഞ്ചുവിന് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് അവൻ കണ്ടില്ല, അവൻ തിരിഞ്ഞിരുന്നു. അങ്ങനെ ഓ എന്നൊക്കെ പറയണതുണ്ടല്ലോ, അതൊക്കെ അവന് പേടിയാണ്. അപ്പോൾ അവൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു. അവനിട്ടെടുത്ത ടിക്കറ്റ് വെറുതെ ആയിപ്പോയി. അവൻ അച്ഛൻ്റെ മടിയിൽ തന്നെയായിരുന്നു. അപ്പം എന്തായാലും കാണാത്തവരെ പോയി കാണാൻ. അടിപൊളി മൂവിയാണ്. തിയേറ്ററിൽ തന്നെ പോയിട്ട് ആ സൗണ്ടും കാര്യങ്ങളൊക്കെ, ആ എഫക്റ്റൊക്കെ ഉണ്ടല്ലോ, കലക്കി. ജയറാമേട്ടൻ പൊളിച്ചു. എന്തായാലും അങ്ങനെ അത് കണ്ട് തിരിച്ചെത്തി ഗൈസ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ ഞാൻ ഇതുവരെ പറയാറില്ല. ലാസ്റ്റ് കുറച്ച് വീഡിയോസിൽ ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അപ്പം അത് പറയണമെന്ന് പറഞ്ഞ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.